ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതു മുതൽ വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മറ്റു രേഖകളിലും മാർപ്പാപ്പയുടെ സ്ഥാനിക ചിഹ്നത്തിന് പകരം മറ്റൊരു ചിത്രമാണ് കാണുന്നത്. ഒപ്പം അപ്പസ്തോലിക സെദേസ് വാക്കൻസ് എന്ന എഴുത്തും. എന്തുകൊണ്ടാണ് സ്ഥാനിക ചിഹ്നത്തിൽ വ്യത്യാസം കാണുന്നത്? ഇത്രനാൾ നമ്മൾ കണ്ടിരുന്ന സ്ഥാനിക ചിഹ്നം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ്. എന്നാൽ ഇപ്പോൾ വത്തിക്കാൻ്റെ വെബ്സൈറ്റുകളിലും ഇപ്പോൾ ഇറങ്ങുന്ന മറ്റ് ഔദ്യോഗിക രേഖകളിലും നമ്മൾ കാണുന്നത് ഈ സ്ഥാനിക ചിഹ്നമാണ്. എന്താണ് ഇവ രണ്ടും അർത്ഥമാക്കുന്നത്? എന്തിനാണ് മാർപ്പാപ്പയുടെ സ്ഥാനിക ചിഹ്നത്തിന് മാറ്റം വരുത്തിയത്? സ്ഥാനിക ചിഹ്നങ്ങൾ ഏതു മാർപ്പാപ്പയാണ് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് വ്യക്തമല്ല. എന്നാൽ പൊതുവെ ഇന്നസെൻ്റ് മൂന്നാമനാണ് ആദ്യമായി ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അതിനും വളരെ മുമ്പ് സ്ഥാനിക ചിഹ്നങ്ങൾ സൈന്യത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. കൗതുകരമായ ചില വിശേഷണങ്ങൾ മാർപ്പാപ്പമാരുടെ സ്ഥാനിക ചിഹ്നത്തിൽ കാണാൻ കഴിയും. വലിയ പടച്ചട്ടയാണ് സ്ഥാനിക ചിഹ്നത്തിലെ പ്രധാന ഭാഗം. ഇത് പാപ്പയുടെ ഐക്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടയാളമാണ്. പരസ്പരം കുറുകെ വെച്ച രണ്ട് താക്കോലുകളാണ് മറ്റൊരു ഭാഗം. ഒന്നാമത്തെ താക്കോൽ സ്വർണവും രണ്ടാമത്തത് വെള്ളിയുമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ദൈവം പത്രോസിലൂടെ സഭയിലേക്ക് തൻ്റെ പിൻഗാമിയിലൂടെ നൽകിയതിൻ്റെ അടയാളമാണ് ഈ താക്കോലുകൾ. രണ്ട് ശക്തികളുടെയും ഐക്യത്തിൻ്റെ അടയാളമായി ഇവ രണ്ടും പലപ്പോഴും ഒരു റിബൺ ഉപയോഗിച്ച് ബന്ധിപ്പിക്കപ്പെടുന്നു. സഭയുടെ മേലുള്ള പോപ്പിൻ്റെ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു പേപ്പൽ കിരീടമാണ് മറ്റൊരു പ്രധാന ഭാഗം. ചരിത്രപരമായി പോപ്പ് കിരീടം ധരിച്ചിരുന്നു. എന്നാൽ പോൾ ആറാമൻ മാർപ്പാപ്പ ദരിദ്രരോടുള്ള സഭയുടെ കരുതലിനെ മുൻനിർത്തി അത് ഉപേക്ഷിച്ചു. തുടർന്നു വന്ന മാർപ്പാപ്പമാർ ആരും കിരീടം ഉപയോഗിച്ചില്ല. പോപ്പ് ബെനഡിക്ട് 16 മുതൽ സ്ഥാനിക ചിഹ്നങ്ങളിൽ നിന്നും കിരീടം ഒഴിവാക്കി. പകരം പാപ്പമാർ ഉപയോഗിക്കുന്ന തൊപ്പി പേപ്പൽ മൈറ്ററാണ്. ഫ്രാൻസിസ് പാപ്പയും അത് തുടർന്നു. ഓരോ പാപ്പയും അവരവരുടെ ആപ്തവാക്യങ്ങൾ കൂടെ തൻ്റെ സ്ഥാനിക ചിഹ്നത്തിൽ ചേർക്കാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ആത്മീയ ദൗത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥാനിക ചിഹ്നം ഇതാണ്. ഈ സ്ഥാനിക ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് പരിശുദ്ധ സിംഹാസനം ശൂന്യമായിരിക്കുന്നു എന്നതാണ്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സ്ഥാനിക ചിഹ്നത്തിൽ പടച്ചട്ട ഒഴികെയുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിംഹാസനം ഒഴിഞ്ഞുകിടക്കുമ്പോൾ വത്തിക്കാൻ കോട്ട് ഓഫ് ആംസിലെ പേപ്പൽ കിരീടത്തിനു പകരം പാതി തുറന്ന കുട സ്ഥാപിക്കുന്നു. ഇത് പേപ്പസിയുടെ പൂർണ്ണാധികാരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ചുവപ്പും പൊന്നും ചേർന്ന വരകളുള്ള കുടയുടെ ചിഹ്നം ഉംബ്രാകുലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാപ്പയുടെ ചടങ്ങുകളിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഈ കുട പാപ്പയുടെ അഭാവത്തിൽ സഭയുടെ താൽക്കാലിക അധികാരത്തെ പൂർണ്ണമല്ലെന്നും അധികാരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളവുമാണ്. എങ്കിലും സഭയിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ അധികാരം തുടരുമെന്നും പാപ്പയുടെ അസാന്നിധ്യത്തിലാണെന്നുമുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. സഭ ഒരിക്കലും തലയില്ലാത്തത് അല്ല. ഒരു പോപ്പില്ലെങ്കിലും ക്രിസ്തുവിലുള്ള അതിൻ്റെ അടിത്തറ ഉറച്ചു നിൽക്കുന്നു. അത് നയിക്കുന്നത് കാർദിനാൽ കോളേജിലേക്കാണ്. അതിലേക്കാണ് കുടയുടെ കാൽ നിലയുറച്ചു നിൽക്കുന്നത്. അപ്പസ്തോലിക്ക സെദേസ് വാക്കൻസ് എന്ന ലാറ്റിൻ വാക്ക് അർത്ഥമാക്കുന്നത് പോപ്പ് കാലം ചെയ്തതോ രാജിവെച്ചതോ മൂലം പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം ശൂന്യമായിരിക്കുന്നു എന്നതാണ്. പത്രോസിൻ്റെ പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ സഭ തയ്യാറെടുക്കുമ്പോൾ ഇത് നിശബ്ദതയുടെയും ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെ നയിക്കാൻ ദൈവം നമുക്കായി ഒരുക്കുന്ന സഭയുടെ രാജകുമാരന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം.